ഇന്ന് നമുക്ക് മൊത്തത്തിലൊരു ക്ലീനിങ് ദിവസമാണ് കേട്ടോ. എല്ലാം അടിച്ച് തൂത്ത് പെറുക്കി വൃത്തിയാക്കണം. കാരണം വേറെ ഒന്നുമല്ല, നാളെ മുതൽ ഏട്ടൻ വ്രതം തുടങ്ങുകയാണ്, മലയ്ക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ വന്ന പാടെ ഡ്രസ്സ് പോലും മാറ്റാതെ ഞാൻ എൻ്റെ പരിപാടി ആരംഭിച്ചു. ആദ്യം തന്നെ നമ്മൾ മാറാലൊക്കെ എല്ലാവിടെയും തട്ടി കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ഓരോ പൂക്കളൊക്കെ ഉള്ള ഷെൽഫ് കാര്യങ്ങൾ, കബോർഡ്, അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. ആഴ്ചയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആഴ്ചയിലൊരു ക്ലീനിങ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടി അതേപോലെ ആ ഒരു ദിവസം ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വ്രതം തുടങ്ങുന്നതിന് മുമ്പ് ഫുള്ളും ക്ലീൻ ചെയ്യാമെന്ന് മാത്രം. ഈ ഫുള്ളും ക്ലീനിങ് ഞാൻ എപ്പോഴും ചെയ്യണം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ജനലുകളൊക്കെ തുറന്ന് തുടച്ചു. അത് നമ്മൾ മന്തിലൊരു ദിവസമാണ് ജനൽ തുറന്ന് തുടയ്ക്കുക. അപ്പോൾ അത് തുടച്ചു. പിന്നെ ഇത് ഓപ്പൺ കിച്ചണിൻ്റെ അവിടെ, അത് ഈ മിക്സി ഗ്രൈൻഡറൊക്കെ വെക്കണതിൻ്റെ അവിടെ കുറച്ചിങ്ങനെ ഉണ്ടായിരുന്നു ചില്ലറ പൊടികളൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ പഴുത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞ് കയറി വരും ഈ പൊടികൾ, വൃത്തികെട്ട പൊടികൾ. അതുകൊണ്ട് എല്ലാവിടെയും വൃത്തികേട് പെട്ടെന്നാവില്ലേ. അങ്ങനെ ഞാനിത് ഓപ്പൺ കിച്ചണൊക്കെ വൃത്തിയാക്കി. പിന്നെ അവിടുത്തെ സ്റ്റൗ നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഷോന് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവിടെയൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ നമ്മുടെ മെയിനാണ് ഈ വർക്ക് ഏരിയ. ഇവിടെ നമ്മൾ എന്നും യൂസ് ചെയ്യണതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കബോർഡിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഒന്ന് പൊടി തട്ടി വിട്ടു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബെറോസിമെൻ്റ് ആട്ടോ ചെയ്തിരിക്കണത്. എന്നിട്ട് പുറത്ത് മറ്റേ കബോർഡ് സെറ്റ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ കുറേ പണികളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. താഴത്തെ കുറേ ഭാഗങ്ങൾ ഞാൻ തുടച്ചു. കുറേ ഫാനുകൾ തുടച്ചു, കബോർഡിൻ്റെ ഉള്ളുകൾ തുടച്ചു, ജനലുകൾ, അങ്ങനെ എല്ലാം ഞാൻ തുടച്ചു. പക്ഷേ എല്ലാം വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ദേവൂട്ടൻ കരഞ്ഞിട്ടും അങ്ങനെ അങ്ങനെ അല്ല, അല്ലുവിനെ അംഗനവാടിയിലാക്കിയിരുന്നു. ദേവൂട്ടൻ കരഞ്ഞിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരുടെയും പക്ഷേ ക്ലീൻ ചെയ്തു കുറച്ച് സമയം കൊണ്ട്. ഇത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. നമുക്കത് ജോബീസ് മോളിൽ നിന്ന് ഒരു കുട്ടി വരച്ച് തന്നതാണ്. പിന്നെ ഇത് താഴെ 2 ബെഡ്റൂം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ ക്ലീനൊക്കെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നു കേട്ടോ. അല്ലൂനും ഡിങ്കുനും ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയതാണ്. സെയിം ആയിട്ടുള്ള സ്ട്രോ ഇങ്ങനെ വലിച്ച് കുടിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് കുടിച്ചോളൂല്ലോ വേണ്ടിട്ട്. അപ്പോൾ നല്ല ബോട്ടിലാണ് കേട്ടോ. അത് നല്ല വേർത്താണ്. പിന്നെ ഞാൻ എന്താ മുകളിലേക്ക് കയറിപ്പോയി. മുകളിലും ഞാൻ ഈ സമയം കൊണ്ട് അടിച്ചു, തുടച്ചു, ജനൽ തുടച്ചു, മാറാലൊക്കെ തട്ടിയിട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റ് പുതിയതായിട്ട് വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇടുമ്പോൾ കാണിച്ചു തരാം. എല്ലാം ഉള്ളത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും ഞാൻ ചെയ്യും കേട്ടോ. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ഞാൻ ചെയ്യാറുണ്ട്. പുറത്ത് ഇങ്ങനെ ഈ ചളികളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് പൈപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് കഴുകി വിടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ചളി പിടിക്കില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സ്ക്രബ് കൊണ്ടൊക്കെ ഒന്നിങ്ങനെ തുടച്ച് വിടും. പിന്നെ നമ്മളിത് ഈ മുറ്റത്ത് കുറച്ച് കുപ്പ, ഈ മിഠായിയുടെ ഒക്കെ കടലാസുകളൊക്കെ ഈ അല്ലു അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട്, അല്ലാതെ ഈ മെറ്റൽ ഇവിടെ കുപ്പല്ല. പിന്നാമ്പറത്താണ് നല്ല പൊടി ചപ്പല വീഴുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലത്തെ ബാത്റൂമും കഴുകി കുളിച്ച് വന്നു. അപ്പോഴേക്കും വിനോട്ടിന് എന്തോ ഒരു കപ്പിയും മീനും എന്തോ ഒരു സാധനം കൊടുന്നു. കാരണം നാളെ മുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയ വീഡിയോയിൽ കാണാം.